കേരളത്തിൽ എൽ ഡി എഫിനകത്ത് രണ്ട് പ്രമുഖ കക്ഷികൾ തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കം യഥാർത്ഥത്തിൽ ചെറിയൊരു കാര്യമാണ്. ഒരു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ അത് സി പി ഐ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്നുള്ള നിലയ്ക്ക് സി പി ഐക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ. പക്ഷെ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല എന്നാണ് പിണറായി വിജയൻ്റെ ഒരു തീരുമാനമെന്ന് തോന്നുന്നു. ഇന്ന് ജനയുഗത്തിൽ സി പി ഐയുടെ മുതിർന്ന നേതാവ് സത്യൻ മൊകേരി തുറന്നടിച്ച് പിണറായി വിജയനെതിരെ തന്നെ പരസ്യമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണത് വികസിച്ച് വരിക? എനിക്ക് തോന്നുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തൻ്റെ സമ്മേളനത്തിൽ പത്രക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് പല കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അത് അവസാനിക്കും. സ്പീക്കർ കത്ത് കൊടുക്കുന്നു, ആ വിഷയം അവിടെ അവസാനിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയുടെ ഒരു ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു വിഷയമേ അല്ല എന്ന് അറുത്തു മുറിച്ചിട്ടാണ് പിണറായി വിജയൻ പറയുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, പ്രതിപക്ഷ നേതാവാണ്, LDFൻ്റെ തലപ്പത്തുള്ള നേതാവാണ്. CPI എന്ന് പറയുന്ന പാർട്ടി ഈ വിഷയത്തിൽ നിലപാടുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അറിയാം. CPI, CPM അതുപോലുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുന്നണി മര്യാദയുടെ വിഷയങ്ങളും അറിയാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ. തീർച്ചയായും EMSൻ്റെ കാലത്തോ VSൻ്റെ കാലത്തോ നാനാരുടെ കാലത്തോ ഒക്കെ അനുവർത്തിച്ചിരുന്ന ഒരു ചാത്തുണ്ണി മാഷെ പോലെ ഒരു LDFൻ്റെ കൺവീനർ പോലെ ആൾ, അല്ലെങ്കിൽ ലോറൻസിനെ പോലുള്ള ഒരാൾ ഈ മുന്നണിയെ നയിച്ചിരുന്ന കാലത്ത്, കൺവീനർ നയിച്ചിരുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങൾ എടുത്തിരുന്ന സമീപനം ഇന്നില്ല. അത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരു തരത്തിൽ ഏകപക്ഷീയമായ സ്വഭാവം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. മാത്രമല്ല, മുൻകൂടിയുള്ള കക്ഷികളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു പാരമ്പര്യവും സമീപകാലത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തവണ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷ മുന്നണി വിട്ടുപോകേണ്ടി വന്നത്. പിന്നെ വീരേന്ദ്രകുമാർ അവിടെ ഇലക്ഷനിൽ നിന്ന് തോറ്റപ്പോൾ വീണ്ടും തിരിച്ച് വരികയുണ്ടായത്. നാണം കെട്ടിട്ടാണ് വന്നത്. RSPയുടെ ഏറ്റവും പ്രമുഖരായ നേതാവ് NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വളരെ പരസ്യമായിട്ട് അദ്ദേഹം വിശേഷിപ്പിച്ചു. സത്യത്തിൽ RSP ഇടതുപക്ഷ മുന്നണി വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം അവരുടെ സീറ്റാണ് കൊല്ലം സീറ്റ്. ആ സീറ്റിൽ അവർ ജയിച്ചുകൊണ്ട് ഒരു കാരണവശാലും ആ സീറ്റ് കൊടുക്കൂല എന്നുള്ളൊരു പിടിവാശി പിടിച്ചത് കൊണ്ടാണ് അവർക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു 40 കൊല്ലമായി കൂടെ നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾക്ക് പോലും അവിടെ നിൽക്കകളില്ലാത്ത സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി ഇപ്പോൾ CPI ആണ്. ആ പാർട്ടിയോടും എടുക്കുന്ന ഈ സമീപനം അതൊരു മുന്നണി മര്യാദയുടെ പ്രശ്നം മാത്രമല്ല, ഒരു മുന്നണി എന്ന നിലയിൽ തന്നെ LDFൻ്റെ ഭാവിയെ ബാധിക്കും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നിലപാടെടുക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇരിക്കുന്നത്. വെച്ചാൽ CPM അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ PB മെമ്പർ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, കേരളത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ളൊരു ഒരു CPM നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ഇക്കാര്യത്തിലൊരു കടുംപിടുത്തവും പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു. CPI പോയാൽ പോട്ടെ എന്നുള്ളതാണ്. രണ്ടാമതും അതിനോടുള്ള റിയാക്ഷൻ ബിനോയ് വിശ്വം അതിശക്തിയായിട്ട് അതിനോട് പ്രതികരിച്ചിട്ട് മുന്നണി മര്യാദക്ക് ചേർന്നതല്ല എന്നുള്ള വളരെ കർശനമായിട്ട് എന്ന് തന്നെ പറയാവുന്നൊരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇത് മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, മുന്നണിയുടെ പ്രശ്നം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ CPIയിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ആൾ സത്യൻ മൊകേരി, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ്, ജനയുഗം പത്രത്തിലൊരു ലേഖനത്തിലൂടെ ഈ വിഷയം ഉന്നയിക്കുന്നത്. അത് ഔദ്യോഗിക നിലപാടാണെന്ന് മാത്രമല്ല, പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ജനയുഗത്തിൽ ഇങ്ങനെയൊരു എഡിറ്റോറിയൽ പേരിൽ ലേഖനം വരുള്ളൂ. അല്ലാതെ സത്യമൊകേരിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല. അത് പാർട്ടി തീരുമാനിച്ചു, അത് എഴുതാൻ ആൾ നിയോഗിച്ചു, അദ്ദേഹം അത് എഴുതി. അതിൽ അദ്ദേഹം വളരെ കടുത്ത വാക്കുകൾ ചിലത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് താൻ തന്നെയാണ് എല്ലാം, താൻ തീരുമാനിക്കുന്നതല്ല ശരി എന്ന മട്ടിലുള്ള സമീപനം പിണറായി വിജയൻ എടുക്കുന്നത് ശരിയല്ല, അത് ഈ മുന്നണിയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ അവർ ഏറ്റുമുട്ടലിലേക്ക് പോകാൻ അവരും തയ്യാറായി. ഒരു ഭാഗത്ത് പിണറായി വിജയൻ തൻ്റെ നിലപാട് കർശനമായിട്ട് പറയുന്നു, ഞാനൊരു കത്ത് കൊടുത്താൽ തീർന്ന വിഷയമാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് പിണറായി വിജയനെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹമാണ് എല്ലാം എന്ന തീരുമാനം ശരിയല്ല എന്ന് മറ്റവരും പറയുന്നു.
ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞൊരു 10-40 വർഷത്തിനിടയിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാണുന്ന ഏറ്റവും കടുത്ത ഒരു തർക്കമായിട്ട്, ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധിയായിട്ട് അത് മാറുകയാണ്. ഇത് എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഇന്ന് ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് അതെ, CPIയെ കുറേ കൂടി കടന്നാക്രമിച്ചിട്ടാണ്. CPI മുമ്പ് പല മുന്നണിയിലും പലരുടെ കൂടെയും പോയിട്ടുണ്ട് ഉം. എന്ന നിലയ്ക്കാണ്. വേണമെങ്കിൽ ഒരു മുന്നണി മാറിക്കോട്ടെ ഒരു തരത്തിലാണ് ശിവൻകുട്ടി പറയുന്നത്. അങ്ങനെ ഒരു മുന്നണി മാറ്റം സംഭവിച്ചാൽ CPIയെ സംബന്ധിച്ച് അത് ലാഭകരമായിരിക്കും. കാരണം അവരിപ്പം 8 സീറ്റിലേക്ക് തകർന്നു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ തകർച്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വത്തിന് മേലെ വലിയ സമ്മർദ്ദം, കഴിഞ്ഞ CPIയുടെ കമ്മിറ്റികളിലൊക്കെ ബിനോയ് വിശ്വം ശരിക്കും ഒറ്റപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം CPMൻ്റെ ഈ കൊള്ളരുതായ്മകളെ ന്യായീകരിച്ച് ബംഗാളിൽ CPI തകർന്ന പോലെ ഇവിടെയും CPI തകർച്ചയിലേക്ക് പോകുന്നുള്ള വികാരമാണ് CPIയുടെ നേതാക്കളിലും അണികളിലും ഒക്കെ ഉള്ളത്. അനാവശ്യമായിട്ടൊരു വിധേയത്വം പിണറായി വിജയനോട് ബിനോയ് വിശ്വം കാണിക്കുന്നുണ്ടെന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വത്തെ സംബന്ധിച്ച് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല. ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. ശിവൻകുട്ടിയെ പോലുള്ളവർ കുറേ കൂടി ഈ രീതിയിൽ അഗ്രസീവായിട്ട് ആക്രമിച്ചാൽ CPI ഒരു അഭിമാനമുള്ള പാർട്ടിയാണ്, ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഇടതുപക്ഷ മുന്നണി കെട്ടിപ്പടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പാർട്ടിയാണ്. വളരെ കാലം കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യയിൽ ഭരണം നടത്തിയ പാർട്ടിയാണ്. അവർക്ക് വേറൊരു ഓപ്ഷനിലേക്ക് പോകാമല്ലോ, വേറൊരു നിലപാടിലേക്ക് പോകാമല്ലോ. അല്ല, അതിൽ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, ശിവൻകുട്ടിയെ ഇതിൽ ഈ അഭിപ്രായം പറയാൻ ആരാന്ന് ചോദിച്ചത്. ശിവൻകുട്ടി CPMൻ്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഒന്നുമല്ല. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു, കേരള സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു നേതാവാണ്. അതിനപ്പുറത്തേക്ക് ശിവൻകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ CPI കടന്നാക്രമിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത്? അത് മാത്രമല്ല, അദ്ദേഹം വേറൊരു പോയിന്റോട് പറയുന്നുണ്ട്. ഈ PM ശ്രീ വിഷയം പിന്നെ പ്രശ്നമാക്കിയത്, അനാവശ്യമായി വിവാദമാക്കിയ CPI ആണെന്ന് പറഞ്ഞു. അതൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ PM ശ്രീ പോലൊരു വിഷയം പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിന്, CPMൻ്റെ നിലപാടിനെതിരായിട്ടൊരു നിലപാടിലേക്ക് ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ അതിന് നിയോഗിച്ച പിണറായി വിജയനും മുന്നണി മര്യാദകളും പാർട്ടി മര്യാദകളും ലംഘിച്ചുകൊണ്ട് പോയപ്പോൾ അവർ ആ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. അതിനോടുള്ള പകയാണ് ഇപ്പം ശിവൻകുട്ടിയുടെ വായിലൂടെ വരുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ സ്പോക്സ്മാൻ എന്ന നിലയിൽ മാത്രമാണ്, അല്ല CPM സ്പോക്സ്മാൻ എന്ന നിലയിലല്ല ശിവൻകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ CPMൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള ഡിസിപ്ലിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ എത്തുന്നുണ്ട്. മുമ്പാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഞാൻ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു കാലത്തും ഈ തരത്തിൽ പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഉണ്ട്, പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു സാധാരണ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ശിവൻകുട്ടി അത് സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടേറിയറ്റിലുണ്ടോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സെക്രട്ടേറിയറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു കൂടെയുള്ള കക്ഷിയോട് ഇങ്ങനെ ഒരു കടന്നാക്രമണം നടത്തുക, അതിൽ തന്നെ മുന്നണി പോലും അംഗീകരിച്ച, ഏറ്റവും സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കേന്ദ്ര കമ്മിറ്റി രേഖയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം PM ശ്രീ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പെശകുകളാണ്. സംഘപരിവാരവുമായിട്ട് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്ന ധാരണ പൊതുസമൂഹത്തിൽ പരക്കാനിടയായ പല കാര്യങ്ങളൊന്നായിട്ട് അവരത് ഐഡന്റിഫൈ ചെയ്താണ്. അങ്ങനെ ഇപ്പം കേന്ദ്ര കമ്മിറ്റി പോലും ചൂണ്ടിക്കാട്ടിയൊരു വിഷയത്തിൽ ഇപ്പം പിന്നെ അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ശിവൻകുട്ടി എങ്ങനെയാ പറയുക? ശിവൻകുട്ടി CPM തന്നെയല്ലേ ഉള്ളത്? CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി രേഖകൾ അദ്ദേഹത്തിന് ബാധകമല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അടിസ്ഥാനപരമായി ഇന്ന് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ആര് എന്ന ചോദ്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ശിവൻകുട്ടിക്ക് ബോധ്യമുണ്ട്, പിണറായി വിജയനുള്ള കാലത്തോളം തൻ്റെ രോമത്തിൽ ഒരാളും ഒന്നും അത് ഒരു രാഷ്ട്രീയ കക്ഷിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോട്ടെ, ഒരു രാഷ്ട്രീയ കക്ഷിയിലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല. അപ്പം അതിനോട് എങ്ങനെ CPI റിയാക്ട് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ 1-2 ദിവസങ്ങൾ ഇപ്പം P രാജൻ്റെ ചില പ്രസ്താവനകൾ ഞാൻ കണ്ടു. പ്രസാദ് വളരെ അക്കാര്യത്തിൽ പൊതുവെ ഒരു ബാലൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, എൻവയൺമെൻറ്റലിസ്റ്റൊക്കെയാണ്. അദ്ദേഹവും ഇതൊരു മര്യാദയായില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ സംസാരിക്കുന്നത് കണ്ടു. ഇപ്പോൾ CPIയിലെ പൊതുവിൽ ലീഡർഷിപ്പിലുള്ള ആളുകൾ, അത് ബിനോയ് വിശ്വം ആയാലും ശരി, സത്യം മൊകേരി ആയാലും ശരി, പ്രസാദ് ആയാലും ശരി, പൊതുവിൽ ആ CPI ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവരെന്താണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ,
ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ സ്പേസ് ഇല്ലെങ്കിൽ രാഷ്ട്രീയ പുറത്ത് നിർത്തിപ്പോകാൻ കഴിയില്ലല്ലോ. CPI ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, അതിനൊരു 100 കൊല്ലത്തിന് ചരിത്രമുള്ളതല്ലേ. അങ്ങനെ ഒരു പാർട്ടിക്ക് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ CPM അവരുടെ സ്പേസ് അംഗീകരിക്കുന്നില്ല, അവരുടെ ഈ ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കില്ല. ഒറ്റ കാരണം കൊണ്ട് അവർ കട പൂട്ടി പോകാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരുടെ ഓപ്ഷൻ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 58 മുതൽ സത്യത്തിൽ ഈ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസുമായിട്ടുള്ള സമീപനത്തിൻ്റെ പേരിലാണ് പാലക്കാട് പാർട്ടി കോൺഗ്രസ്സുകാർക്കുണ്ടായത്. 64 പാർട്ടി വളർന്നത് അതുകൊണ്ടാണ്. 67 പിന്നെ LDFിൻ്റെ ഭാഗമായിട്ട് സപ്തകക്ഷി മുന്നണി ഉണ്ടായെങ്കിൽ പോലും 69 MN ഗോവിന്ദൻ നായരും TV തോമസും അടക്കമുള്ള ആളുകൾ കോൺഗ്രസുമായിട്ട് കൂടി ചേർത്തും പുതിയ മുന്നണി ഉണ്ടാക്കിയത് ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് CPI സംബന്ധിച്ചിടത്തോളം ഓപ്ഷനൊന്നും ഒരു കുഴപ്പമില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്ന കാലത്ത് CPIക്ക് കിട്ടിയിരുന്ന ഒരു സ്റ്റേച്ചർ ഉണ്ടല്ലോ, അത് നാഷണൽ പൊളിറ്റിക്സിലായാലും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലായാലും സത്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനുശേഷവും, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രത്യേകിച്ചും, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവർക്കൊരു തെറ്റ് പറ്റിയത് അടിയന്തരാവസ്ഥയെ എതിർക്കുന്നതിൽ അവർക്ക് വേണ്ട വിധം പിന്നെ അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയും കോൺഗ്രസിനോട് അതിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതൊഴിച്ചാൽ വളരെയേറെ പിന്നെ അന്തസ്സുള്ള ഒരു പൊളിറ്റിക്കൽ ലൈഫ്, ഒരു പൊളിറ്റിക്കൽ സ്പേസ് അവർക്കുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. CPMൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. കാരണം രണ്ടുപേരും ഒരേ പാർട്ടിയാണ്. ഒരേ തരത്തിലുള്ള ഐഡിയോളജിയാണ്, ഒരേ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, ഒരേ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെ എന്തിനാ ഒന്നുകിലും ഒന്നിച്ചൊരു പാർട്ടിയാവുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളെ കൂടി കുറെ കൂടി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ഇടതുപക്ഷ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് പോവുക. ഇതാണ് പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ CPIക്കും നല്ലതാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിനും നല്ലതാണ്. ഈ CPMൻ്റെ നമ്മൾ ചർച്ച ചെയ്ത രേഖയ്ക്കകത്തുള്ള രണ്ട് കാര്യമുണ്ട്. ഒന്ന്, 40 കൊല്ലത്തിനിടയ്ക്ക് CPMന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. രണ്ടാമത്തേത് 1977 ശേഷം ആദ്യമായിട്ടാണ് ഒരൊറ്റ സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥ. അത് രണ്ടും വളരെ പ്രധാനമാണ്. കാരണം വോട്ടിങ്ങിൻ്റെ നിലവാരത്തിൽ താഴേക്ക് പോകുന്നു, ഒരു സ്റ്റേറ്റിലും ഭരണമില്ലാത്ത പൂർണ്ണമായിട്ട് പോയി, സംഘടനപരമായിട്ട് ദൗർബല്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ CPMൻ്റെ കൂടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം CPI കൂടി തകരാനേ അതിന് ഇടയാക്കുള്ളൂ. അല്ല, ഞാൻ ആലോചിക്കുന്ന വേറൊരു വിഷയമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് വളരെ കറക്റ്റ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ ഈ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത്? അത് നമ്മൾ ചോദിക്കണ്ടേ? കാരണം CPMൽ വേറെ ബേബിയോ അല്ലെങ്കിൽ മറ്റേത് നേതാക്കളോ ആ കാര്യത്തിൽ ഒരു പിടിക്കുന്നില്ല. അവരാരും CPIയുടെ പിന്നെ നേരെ അനാവശ്യമായിട്ടുള്ള പ്രകോപനപര വാക്ക് ഉപയോഗിക്കുന്നില്ല. ഒരൊറ്റ CPM നേതാവും പിണറായി വിജയൻ ഒഴിച്ച് PB ലെവലിലുള്ള ആരും ആ വിഷയത്തിലൊന്നും മിണ്ടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ആരും ഗോവിന്ദനൊക്കെ പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്നുള്ളതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഒഫീഷ്യൽ ഏറ്റവും ഹയസ്റ്റ് ബോഡിയിൽ ആരും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്ര പിടിവാശി? ഞാൻ കാണുന്ന ഒരേ ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വലിയ വാർത്തകളുണ്ട്, വലിയൊരു അറ്റാക്ക് ഉണ്ട്. EDയുടെ വെളിപ്പെടുത്തൽ വളരെ സീരിയസ് ആണ്. കാരണം കോഴിക്കോട്ടങ്ങാടിയിൽ, നമ്മൾ ഈ കോഴിക്കോട്ടല്ലേ ഇരിക്കുന്നത്, കോഴിക്കോട്ടങ്ങാടിയിൽ 9 സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്ന റെയ്ഡിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ചെറുതല്ല. മാത്രമല്ല ഈ റെയ്ഡ് നടന്നിരിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ കൊട്ടാരങ്ങൾ, അവരുടെ പിന്നെ എന്താ പറയുക ഗേഹങ്ങൾ, എന്താ പറയുക ഈ പലതരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു കൊട്ടാര സദൃശമായിട്ടുള്ള സംഗതികളെ കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ പിണറായി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പിണറായിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ശുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതുവരെ ആളും വിശ്വസിക്കുന്നില്ല. അതിൽ CPI എടുക്കുന്ന നിലപാട് അത് അവരുടെ വിഷയമാണ്. പിന്നെ CPIക്ക് അതിനകത്തൊരു വിഷയമില്ല. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്ന വളരെ കർശനമായൊരു പൊസിഷൻ CPI എടുത്തത് തീർച്ചയായും പിണറായി വിജയനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. CPI കാര്യത്തിൽ തന്നോട് കുറച്ചുകൂടി തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു കൊടുക്കൽ വാങ്ങൽ സംഗതി നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തരില്ല എന്നൊരു സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാതെ മറ്റൊരു കാരണവുമില്ല, ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു റീസണും ഇല്ല. കാരണം മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിക്ക് സ്വാഭാവികമായിട്ട് ഒരു ഉപനേതാവ് കിട്ടേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. മാത്രമല്ല അതിനകത്തൊരു തർക്കമേ ഇല്ല. പക്ഷെ എന്തുകൊണ്ടത് തർക്കമാക്കുന്നു? മറ്റേ കണക്ക് തീർക്കലാണ് എന്നുള്ള ഒരു റീഡിംഗ് ആണ്. കേരളീയത്തിലെ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ ഒരു കണക്ക് തീർക്കലാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു റീഡിങ്ങിന് ഇവിടെ സാധ്യതയുണ്ട്. CPI
ഏതെങ്കിലും തരത്തിൽ UDF-ലേക്ക് വന്നാൽ CPI-യും കോൺഗ്രസും കൂടി ചേർന്നാൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടും. മുന്നണിക്കകത്ത് അതെ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനേക്കാൾ വലിയ പ്രാധാന്യം ചിലപ്പോൾ CPI-ക്ക് കിട്ടി. എണ്ണം കൊണ്ടല്ല, രാഷ്ട്രീയമായിട്ട്. കാരണം ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ മുന്നണിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ CPI-ക്ക് സാധിച്ചേക്കും. ദേശീയ തലത്തിൽ തന്നെ അത് സഹായകമാവും. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ ഏത് തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഒരു ഒരു പരാതിയുടെ പ്രശ്നമല്ല. കാരണം മുസ്ലിം ലീഗിനും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അധികാരവും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അപ്പുറമുള്ള ഒരു ഒരു ലാർജർ ത്രെറ്റ് അവർ ആക്ച്വലി ഇന്ന് മുസ്ലിം ലീഗ് കാണുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് അധികാരമുണ്ട്, കേരളത്തിൽ അധികാരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നത് ശരിയാകുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ വിശാലമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യം വേണം എന്ന് അവർ ജെന്യുവിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആളുകൾ എത്ര പേരാണ്, അവരുടെ മുമ്പത്തെ മാതിരി അല്ല, അതിഭീകരമായിട്ടുള്ള അറ്റാക്കാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നേരിടുന്നത്. അവരുടെ ആളുകൾ നേരിടുന്നുണ്ട്, ബിസിനസ്സുകാർ നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോൺഗ്രസ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് അതിശക്തമായൊരു പൊസിഷൻ എടുക്കുന്നത് സംഘപരിവാരത്തിനെതിരായിട്ട്. അപ്പോൾ അതിനോട് CPI പോലൊരു ഇടതുപക്ഷ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ഐഡിയോളജിക്കലായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ഒരു അവബോധമുള്ള ഒരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി കൂടി വരുന്നത് തങ്ങളുടെ സമരത്തിന്, തങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക്, തങ്ങളുടെ എന്താ പറയുക ഐഡിയോളജിക്കൽ ബാറ്റിലിന് വലിയ തരത്തിലുള്ളൊരു ഊർജം പകരും എന്ന് അവർക്കറിയാം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ലീഗിനോ കോൺഗ്രസിനോ ഇല്ല. കോൺഗ്രസിനും ലീഗിനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു ഇൻ്റലക്ച്വൽ റിസോഴ്സ് അവർക്കുണ്ട്. അതുകൊണ്ട് CPI പോലൊരു പാർട്ടി വരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രമല്ല, തങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലും വളരെ പ്രധാനമാണ് എന്ന് മുസ്ലിം ലീഗിലെ മിക്കവാറും എല്ലാ ലീഡേഴ്സിനും അറിയാം. കുറച്ച് സീറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ലീഗ് മാത്രമല്ലല്ലോ, മറ്റു കക്ഷികളും കൊടുക്കേണ്ടതായിട്ട് വരും. അത് മുൻകാലത്ത് അവരുമായിട്ടാണ് ചേർന്നത്. 67 സർക്കാരിലുണ്ടായിരുന്ന ഒരു മുന്നണിയിൽ, സപ്തകക്ഷി മുന്നണിയിൽ EMS സർക്കാരിനെ വിട്ട് പോകുമ്പോൾ ലീഗിൽ തന്നെ CH അടക്കമുള്ള നേതാക്കളും MN ഗോവിന്ദനാരും ചേർന്നിട്ടാണ് അപ്പുറത്തേക്ക് മാറിയത്. അപ്പം അതിൽ തീർച്ചയായും ലീഗിന് CPI-യുമായിട്ട് കൂടുതൽ അടുപ്പ ബന്ധം, കൂടുതൽ അടുത്ത ആത്മബന്ധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നുള്ള. CPM-ഉമായിട്ട് കുറച്ച് കാലത്ത് അവരുടെ ബന്ധം അതിൽ ഒട്ടും ഒരു ഹാപ്പി ആയിരുന്നില്ല. 69 രാജിവെച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അത് വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾക്കുള്ളൊരു മര്യാദ ഇവർ കാണിക്കുന്നില്ല, കൂടെ നിൽക്കുന്ന മുന്നണി മര്യാദ കാണിക്കുന്നില്ല, മന്ത്രി എന്ന നിലയിലുള്ള റെസ്പെക്റ്റ് കാണിക്കില്ല. കോഴിക്കോട്ട് തന്നെ ഇപ്പോൾ ആളുകൾ തല്ലാൻ വന്നപ്പോൾ പോലീസിനെ പോലും അയച്ചില്ല. അദ്ദേഹം പറയുന്നുണ്ട് ആ തൊഴിൽ എവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അടി കിട്ടിയത്. ആളുകൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു. CPM-ൻ്റെ ആളുകളൊക്കെ തന്നെ അറ്റാക്ക് ചെയ്തത്, ഇയാൾ മറുഭാഗത്തേക്ക് പോകുന്നുള്ളൊരു ഒരു സംശയം വന്നപ്പോൾ. അപ്പം അതുകൊണ്ട് CPI-യുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാണ് എല്ലാ കാലത്തും. ഇപ്പോഴും മാത്രമല്ല, ആദ്യകാലം മുതലേ ഊഷ്മളമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ CPI-ക്ക് 65 തെരഞ്ഞെടുപ്പിൽ ഈ പൊളിറ്റിക്കൽ സാധ്യതകളെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതായത് മലബാറിൽ ലീഗുമായിട്ടൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ വമ്പിച്ച നേട്ടമുണ്ടാകുമെന്ന് CPM തിരിച്ചറിഞ്ഞു. കാരണം അതിന് നേതാക്കന്മാരധികം മലബാറിൽ വരുന്നത് EMS, AKG, നായനാർ ഒക്കെ പിടിയിൽ. മറ്റത് CPI-ക്കാർ അധികവും തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രമായിരുന്നു. MN ഗോവിന്ദൻ നായർ, TV തോമസ്, CH അവരൊക്കെ. അപ്പം ലീഗിൻ്റെ ഇവിടെയുള്ള സ്പേസ്, അവരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് വേണ്ടത്ര മറിച്ചില്ല. EMS-ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടം CPM കൊയ്തു. CPI-ക്ക് 3 സീറ്റ് മാത്രമേ അങ്ങനെ കിട്ടിയുള്ളൂ. മലബാറിൽ വട്ടപൂജ്യമായി പോയി. പക്ഷേ ആദ്യം നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ CPI പഠിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗും പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ രണ്ട് കക്ഷികളും നല്ല നിലയിൽ ഒന്നിച്ചു പോകാനാണ് സാധ്യത. ഈ D. രാജയുടെ ഒരു പ്രതികരണം വന്നിരുന്നു, ഇത് പിണറായി വിജയന് മാത്രമാണ് ഇത് ബോധ്യപ്പെടാത്തത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പിണറായിയാണ് തടസ്സം എന്ന നിലയ്ക്ക് രാജ പറയുന്നുണ്ട്. രാജ വിചാരിച്ചാൽ ഇപ്പോൾ ബേബി വഴിയൊക്കെ പിണറായി വിജയനെ മെരുക്കാൻ സാധിക്കും. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നാമത്തെ കാര്യം, CPM-ൽ പിണറായിയോട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു ലീഡർഷിപ്പ് അവിടെ ഇല്ല. നേരത്തെ ഇപ്പം സുർജീത്തിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ EMS ഉണ്ടായിരുന്ന സമയത്ത്, ജ്യോതി ബസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നൊരു സ്റ്റേച്ചർ ഇപ്പം യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ആർക്കും ഇല്ല.
ബേബിക്ക് ഒട്ടുമില്ല. കാരണം ബേബി പിണറായിയുടെ താഴെ നിന്ന ആളാണ്. പിണറായിയായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ പരസ്യമായിട്ട് ഒരു രംഗത്തും അദ്ദേഹം തയ്യാറായിട്ടില്ല. പരമാവധി അദ്ദേഹം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പൊസിഷൻ അഡമൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ബേബിക്ക് കഴിയുമെന്ന്. ബേബിയോട് പരാതിയൊക്കെ പറയാമെന്നല്ലാതെ, ബേബിയോട് പരാതി പറഞ്ഞാൽ ഒരു ചെവി കൂടി പരാതി കേൾക്കും, മറു ചെവി കൂടി പുറത്തു പോകും എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അദ്ദേഹത്തെ ബേബിയുടെ സ്വഭാവം അങ്ങനെയാണ്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ പാരമ്പര്യം അങ്ങനെയാണ്. ബേബി ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിനും റിസ്കിനും പോകുന്ന ഒരാളല്ല. ഈ സേഫായി ഗെയിം കളിക്കുന്നതിൽ ബേബിയെ പോലെ എക്സ്പേർട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ നേരെ ചൊവ്വ ഒരു സംഗതിയും ബേബി പറയില്ല. സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഒരു അക്ഷരം പോലും ആൾ പറയില്ല. അദ്ദേഹം ഏതൊക്കെയോ സംസ്കൃത പദങ്ങൾ ഈ പഴയ മണിപ്രവാള സാഹിത്യത്തിൽ പറഞ്ഞ മാതിരി ഉള്ള ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആ ഭാഷയിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് ഇന്ന് കിഴക്കാന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് കിഴക്കാണെന്നും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു നോവൽ കഴിഞ്ഞാൽ പിന്നെ ബേബിയുടെ പ്രഭാഷണമാണ് മലയാളത്തിൽ ഇത്രയേറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഡിക്ഷണറി എടുത്ത് വായിക്കേണ്ട ഒരു സംഗതിയായിട്ട് വരുന്നത്. അതുകൊണ്ട് ബേബിയിൽ വലിയ പ്രതീക്ഷയൊന്നും രാജ വയ്ക്കുന്നതിൽ അർത്ഥമില്ല.